അതിശക്തമായൊരു പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്ന പ്രാർത്ഥനയാണ്. എന്നാലും അതിൻ്റെ അർത്ഥവും ശക്തിയും മനസ്സിലാക്കി കഴിയുമ്പോൾ വലിയ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ: പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ആമേൻ. ആദിയിൽ എങ്ങനെയായിരുന്നോ ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ആമേൻ. വളരെ ശക്തമായൊരു പ്രാർത്ഥനയാണിത്. പലപ്പോഴും നമ്മൾ പല പ്രാർത്ഥനകൾക്കിടയിലും ഈ പ്രാർത്ഥന ഉപയോഗിക്കുമ്പോൾ സഭ നമുക്ക് നൽകിയൊരു പ്രാർത്ഥനയാണല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു അർത്ഥവും അതിൻ്റെ ശക്തിയും നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ വലിയ ബ്ലെസ്സഡ് ആയിട്ട്, അതായത് കർത്താവിൻ്റെ വലിയ ഡിവൈൻ ഇൻ്റർവെൻഷൻസ് ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ഇന്ന് ഹോളി ട്രിനിറ്റിയുടെ ഫീസ്റ്റാണ്, തിരുനാളാണ്. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ മനസ്സിലാക്കണം, പിതാവിൻ്റെ സ്നേഹം നമ്മളോടൊപ്പമുണ്ട്, പുത്രൻ്റെ കൃപ നമ്മളോടൊപ്പമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നമ്മളോടൊപ്പമുണ്ട്. ഈശോയാണ് നമുക്ക് പിതാവിനെ വെളിപ്പെടുത്തി തന്നത്, അല്ലേ? നമ്മളെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട്. നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ പല പ്രവാചകന്മാരോട് ആ പിതാവിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോൾ ആ പ്രവാചകന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ ദൈവത്തിൻ്റെ ഹൃദയം എന്നുള്ളത് ഒരപ്പനെ പോലെയാണ്, അതുപോലെ തന്നെ ഒരു അമ്മയെ പോലെയാണ്. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറയുന്ന ഒരു ദൈവം, പിതാവ്. ആ പിതാവിൻ്റെ സ്നേഹം എത്രമാത്രം ഉണ്ടെന്നുള്ളതാണ് ഈശോ നമുക്ക് മനസ്സിലാക്കി തന്നത്. ഈശോ ധൂർത്തപുത്രന്റെ ഉപമയൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന സമയത്ത് ഈശോ പറഞ്ഞു, ഒരു തന്നെ വിട്ടുപേക്ഷിച്ചു പോയ ഒരു മകന് വേണ്ടി കാത്തിരിക്കുന്ന ഒരപ്പൻ. ആ ഉപമ തുടങ്ങുമ്പോൾ തന്നെ ഒരു മക്കളെ സ്നേഹിക്കുന്ന ഒരു പിതാവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ തുടങ്ങുന്നത് തന്നെ. പിന്നീട് നമുക്കറിയാം, ജൂത സംസ്കാരത്തിൽ പിതാവ് ജീവനോടെ ഇരിക്കുമ്പോഴത്തേക്കും വീതം ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിതാവിനെ പുറകിൽ നിന്ന് കുത്തുന്നതിന് തുല്യമായ ഒരു കാര്യമാണ്. ഒരിക്കലും അങ്ങനെ ആരും ചെയ്യാത്തൊരു കാര്യമാണ്. എന്നാൽ ആ മകൻ ആ വീതം ചോദിക്കുന്നു, പിതാവിൻ്റെ ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിക്കുന്നു. ആ പിതാവ് വീതം വെച്ച് കൊടുക്കുവാണ്. മൂത്ത മകനും ഇളയ മകനും കൊടുത്തിട്ട് ആ ഇളയ മകൻ വീതമെല്ലാം കൊണ്ട് ദൂർത്തടിച്ച് കളഞ്ഞ് തിരികെ എല്ലാം നഷ്ടപ്പെട്ട് ഒരു ജൂതനെ സംബന്ധിച്ചിടത്തോളം ഒരു പന്നി ഫാമിൽ കഴിയുക എന്ന് പറഞ്ഞാൽ, അതും അതിനെ പന്നികളെ നോക്കുന്ന ഒരു സേവകനായി കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്രയും വലിയൊരു പ്രഭു കുടുംബം, ഒരു മുതലാളി കുടുംബത്തിൽ നിന്നുള്ളൊരു വ്യക്തിയുടെ ഏറ്റവും തകർന്നരിപ്പണമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് ഒരു സേവകനായിട്ട് ആ പന്നികൾ കഴിക്കുന്ന ഭക്ഷണമെങ്കിലും കഴിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ എന്ന് അത്തരത്തിൽ അത്രമാത്രം തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയിൽ ആ മകൻ കിടക്കുമ്പോൾ ആ വ്യക്തി ചിന്തിക്കുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ സേവകന്മാരാണ്, അവരിതിലും നല്ല എത്രയോ ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ തിരികെ മടങ്ങിപ്പോയി കഴിഞ്ഞാൽ പിതാവ് എന്നെ സ്വീകരിക്കുമായിരിക്കും. 3 കാര്യങ്ങൾ ആ മനുഷ്യൻ മനസ്സിൽ കരുതി, മനസ്സിൽ പ്രിപ്പയർ ചെയ്തു. പിതാവെ, അങ്ങേക്കെതിരെ ഞാൻ പാപം ചെയ്തു പോയി, അങ്ങേക്ക് സ്വർഗത്തിനെതിരെ ഞാൻ പാപം ചെയ്തു പോയി, ഇനി അങ്ങയുടെ മകനെന്ന് വിളിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല, എന്നെ ഒരു സേവകനായിട്ടെങ്കിലും ഹയർ ചെയ്യണം എന്നൊക്കെ മനസ്സിൽ കരുതി ചിന്തിച്ച് ഈ മനുഷ്യൻ തിരിച്ച് അപ്പൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. എങ്കിൽ അവിടെ നമ്മൾ കാണുന്നത് എന്താ? ഈ മകനെ വിദൂരത്തു നിന്ന് കണ്ട അപ്പൻ ഓടിച്ചെന്ന് ഈ മകനെ കെട്ടിപ്പിടിച്ച് നിർത്താതെ ചുംബിക്കുകയാണ്. അപ്പോൾ ആ ഒരു അപ്പൻ്റെ സ്നേഹത്തെയാണ് ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഇത്രമാത്രം നിന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവ്, ആ പിതാവിൻ്റെ സ്നേഹം നിന്നോടൊപ്പമുണ്ട്. നിനക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്ന പുത്രൻ, അവസാനത്തുള്ളി രക്തം വരെ നിനക്ക് വേണ്ടി നൽകിയ ഒരു പുത്രനാം ദൈവം, നിനക്ക് വേണ്ടിയാണ് ഈ ഭൂമിയിൽ ശരീരം സ്വീകരിച്ച് പിതാവാം ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്, മനുഷ്യനായി കടന്നു പോകുന്നു. അതാണ് പുത്രന്റെ അവതാരം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ആ പുത്രനായ ഈശോ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുൻപ് ശിഷ്യന്മാർക്ക് വാഗ്ദാനം നൽകി, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയി കഴിയുമ്പോൾ സഹായകൻ നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരും. ആ സഹായകനാകുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാ സത്യത്തിലും വഴി നടത്തും. അപ്പം പിതാവ് പൂർണ്ണ ദൈവമാണ്, പുത്രൻ പൂർണ്ണ ദൈവമാണ്, പരിശുദ്ധാത്മാവ് പൂർണ്ണ ദൈവമാണ്. ത്രിയേക ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം. അപ്പം ആ ട്രിനിറ്റിക്കുള്ളിൽ, അതായത് ത്രിയേക ദൈവം എന്ന് പറഞ്ഞാൽ ഏക ദൈവമാണ്, എന്നാൽ
ഇതൊരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലും സാന്നിധ്യത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ മിസ്റ്ററിയാണ്. അതായത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ സ്പിരിറ്റ്, സോൾ, ബോഡി എന്ന് പറയുന്ന പോലെ, ഒരു ആത്മാവ്, ജീവൻ, ശരീരം എന്ന് പറയുന്ന പോലെ ദൈവത്തിന്റെ പൂർണ്ണതയാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പോൾ ഇത് ബുദ്ധിയുടെ തലത്തിൽ ഇപ്പം ഒരാൾ ചോദിക്കുവാണ്, കാറ്റുണ്ട്, കാറ്റിനെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് വെച്ചാൽ കാറ്റില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രെയിൻ ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ബ്രെയിനിൽ എല്ലാ മനുഷ്യനും ബ്രെയിൻ ഉണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, നമ്മുടെ ഉള്ളിലുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു മനുഷ്യന്റെ ശരീരം, ആ ശരീരത്തിൽ ആത്മാവുണ്ട്. അത് നമുക്ക് ആത്മാവ്, അത് വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെയാണ് നമ്മളിതെല്ലാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതേ വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ് തൃത്വം എന്നുള്ളത്, ത്രിയേക ദൈവം. അത് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്ങിൽ, ഹ്യൂമൻ വിസ്ഡത്തിൽ നമുക്കതിനെ ആഴത്തിൽ ഗസ് ചെയ്യുന്നതിന് അതിന് പരിധികളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യത്തെ നമുക്ക് മനസ്സിലാക്കുകയാണ്. അതായത് നമ്മളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന പിതാവാം ദൈവം, ആ പിതാവിന്റെ പൂർണ്ണതയാകുന്ന പുത്രൻ, ആ പുത്രൻ നമുക്ക് വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചുകൊണ്ട് അവിടുന്ന് പരിശുദ്ധ കുർബാനയായി തീർന്ന് ഇന്ന് അവിടുന്ന് നമ്മൾക്ക് വേണ്ടി നമ്മുടെ ഉള്ളിൽ തന്നെ വന്ന് വസിക്കുകയാണ്. ക്രിസ്തു ഇന്ന് എവിടെ ഇരിക്കുന്നത്? ക്രിസ്തു നിന്റെ ഉള്ളിൽ വസിക്കുന്നു. പുത്രനാം ദൈവം എവിടെ ഇരിക്കുന്നത്? പുത്രനാം ദൈവം സ്വർഗത്തിലിരിക്കുമ്പോൾ തന്നെ ആ സ്വർഗത്തിൽ അവനോടൊപ്പം ഇരുത്തപ്പെട്ടിരിക്കുന്ന നമ്മുടെ കൂടെ, നമ്മുടെ ഉള്ളിൽ ഈശോ വന്ന് വസിക്കുകയാണ്, ക്രിസ്തു ഇരിക്കുകയാണ്. അതാണ് എഫെസസ് 2:6 കൊളോസസ് 1:27 നമ്മൾ കാണുന്നത്. ഈ നമ്മുടെ കൂടെ തന്നെ പരിശുദ്ധാത്മാവാൻ ദൈവവും ഉണ്ട്. അപ്പോൾ ഒരു വ്യക്തി പ്രാർത്ഥിക്കുക, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ആമേൻ എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തി ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ അവിടെ വലിയൊരു പവർ വെളിപ്പെടുന്നുണ്ട്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. പിതാവാൻ ദൈവം കണക്റ്റഡ് ആണ്. ലോകസ്ഥാപനത്തിന് മുൻപേ നിങ്ങളുമായിട്ട് ബന്ധമുണ്ട്. പുത്രാൻ ദൈവത്തിന് നിങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ലോകസ്ഥാപനത്തിന് മുമ്പേ ബന്ധമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ കടന്നു വന്ന് പരിഹാര ബലിയായി തീർന്നുകൊണ്ട് സകലതും പൂർത്തീകരിച്ചവന്, ആ കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് നിങ്ങൾ. ആ കർത്താവ് നിങ്ങൾക്കായി നൽകിയ പരിശുദ്ധാത്മാവുമായിട്ട് നിങ്ങൾക്ക് അഭേദ്യമായ ആഴമേറിയൊരു ബന്ധമുണ്ട്. നിങ്ങളെ അറിയുന്നതിനേക്കാൾ കൂടുതലായി തൃത്വേക ദൈവം നിങ്ങളെ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. ഇനി സത്യത്തെ തിരിച്ചറിയാം. ഈ ഹോളി ട്രിനിറ്റി തിരുനാൾ ദിവസം നമുക്ക് ഒരു നിമിഷം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയൊരു പ്രാർത്ഥനയാണല്ലോ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ആമേൻ. ഇന്ന് ഞങ്ങൾ ഈ പ്രാർത്ഥന വിശ്വാസത്തോടെ ചെല്ലുമ്പോൾ ഈ കൊച്ചു പ്രാർത്ഥനയുടെ വലിയ അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിന് എല്ലാ മേഖലകളിലും നിറയപ്പെടുവാൻ ഇടയായി തീരട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ആമേൻ. കർത്താവിന്റെ സോവറിനിറ്റി, മാജസ്റ്റി, ഗ്ലോറി, അതോറിറ്റി, പവർ, ഡൊമീനിയൻ, ഇതെല്ലാം എല്ലാം 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 ജീവിതത്തിന് എല്ലാ മേഖലകളിലേക്കും വെളിപ്പെടുവാൻ ഇടയായി തീരട്ടെ. മഹാരാജാവായ ദൈവം ഈ ഭൂമിയിൽ വന്ന് സ്വന്തം രക്തം ഈ ഭൂമിയിൽ ചിന്തിയ നിമിഷം, അതിന് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ട വില മുഴുവനും കൊടുത്തുകൊണ്ട് അവിടുന്ന് ഇപ്രകാരം പറഞ്ഞല്ലോ, ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു. രക്ഷാകര കർമ്മം പൂർത്തീകരിച്ച് ഞങ്ങളെ വീണ്ടെടുത്ത പുത്രനാം ദൈവത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വന്തം പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി ദാനമായി നൽകിയ പിതാവാൻ ദൈവത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടെ എപ്പോഴും സഹവസിക്കുന്നതിന് വേണ്ടി ഇന്നുമായിരിക്കുന്ന ഈ നിമിഷവും ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ നിമിഷം പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, അവിടുത്തെ വലിയ അഭിഷേകം ഇന്ന് ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ നിമിഷം നിറയപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന ഈ ഹോളി ട്രിനിറ്റി ദിവസം കർത്താവ് ഇന്ന് ഈ ലൈവിൽ പങ്കെടുക്കുന്ന കർത്താവിന്റെ ഓരോ മക്കളെയും അവിടുന്ന് ചേർത്ത് നിർത്തുമാറാകണമേ, അനുഗ്രഹിക്കുമാറാകണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരനേക്കും ആമേൻ. ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ പ്രെയർ റിട്രീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിന്ന് വലിയ ലൈവ് ഒന്നും ചെയ്യാതെ വണ്ടിക്കകത്തിരുന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഈ ഒരു ലൈവ് എടുക്കുന്ന കേട്ടോ. നിങ്ങളെല്ലാവരും ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വികലാംഗര ഒരുപാട് സൗകര്യങ്ങൾ, ഒരുപാട് അസ്വസ്ഥതകളിലൂടെ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. അവരുടെ ഫാമിലീസൊക്കെ ഉണ്ട്. ഒരു ഡിവൈൻ മേഴ്സി റിട്രീറ്റാണ്. ഈ ശുശ്രൂഷകളൊക്കെ വിജയത്തിന് വേണ്ടി നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം. അയർലൻഡിൽ നടക്കുന്ന ഒത്തിരി ശുശ്രൂഷകളുണ്ട്. അവിടെ മാത്രമല്ല, സ്കോട്ട്ലൻഡിലുണ്ട്, ആഫ്രിക്കയിലുണ്ട്, ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ ഇങ്ങനെ ഈ നാളുകളിൽ യാത്ര ചെയ്യുകയും ശുശ്രൂഷയ്ക്കൊക്കെ ആയിട്ട് കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ലൈവ് ചെയ്യാൻ പറ്റുന്നില്ല. സാധിക്കുന്നിടത്തോളം ഒക്കെ ലൈവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്.
പിന്നെ ഇതിനിടയ്ക്ക് എനിക്ക് വർക്കുണ്ട്, അപ്പം കുറേ കാര്യങ്ങൾ കൂടെ കയറി ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഫാമിലിക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഇന്നത്തെ ദിവസത്തെ എല്ലാ വിശ്വസും പ്രേയേഴ്സും നേരുന്നു. ഹോളി ട്രിനിറ്റിയുടെ വലിയ ബ്ലെസ്സിങ്സ് നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധമായി നിറയപ്പെടുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.